ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്താണമ്മ? എന്താ അറിയോ, ഇതിപ്പോ എല്ലാവർക്കും അറിയോന്ന് എനിക്കറിയില്ല. ഇതെന്താ സാധനം അറിയോ? മുളങ്കൂമ്പ്. മുളങ്കൂമ്പ് എന്താ പറയാ, ബാംബൂ ഷൂട്ട്, അങ്ങനെ എന്താണ് മുളങ്കൂമ്പ്. ഇത് നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ്. ഇവിടെ 2-3 മുളം ഇതുണ്ട്. എന്താ പറയാ, അതൊന്നും പൊട്ടിച്ചതാണ് കേട്ടോ. അത് മുളച്ചു വരും. മുളങ്കൂമ്പും കൂടി എന്റെ അമ്മ വിടില്ല. അല്ല, അത് നമ്മൾ അവിടെ കഴിക്കുന്നതല്ലേ. അപ്പൊ ഇത് കിട്ടാണ്ട് ഞാൻ കൊറേ ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയില്ല. അത് തൊടി പോയി നോക്കി, അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് മുള ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതിൽ മുളച്ചു വന്നതാണ്. കൂമ്പിലാണല്ലേ? അതിങ്ങനെ മുളച്ചു വരികയാണ്. അതിന്റെ അരി കൂമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂമ്പെന്നല്ല, മുളങ്കൂമ്പ്. മുളങ്കൂമ്പ്. അപ്പൊ അതിന്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അത് എന്ത് ചെയ്യണം അറിയോ, അത് പറയട്ടെ. നീ കുറച്ചു നേരം പറഞ്ഞു കൊടുക്കട്ടെ. ഈ മുളങ്കുമ്പ് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഇത് തോരനല്ല, ഇതൊരു മസാല ഉള്ള കറിയാണ്. കറിയല്ല, ഒരു ഫ്രൈ മാതിരി. എന്തെങ്കിലും ആദ്യം ഒരു തീരുമാനത്തിലെത്താം. അങ്ങനെയാണ്. തോരൻ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല, അത് കുനുകുനാന്നരിയണം. അതായത് നമ്മള് ഈ പയറൊക്കെ മനസ്സിലായി, അരിയുമ്പോ കുനുകുനാന്ന് പറയണം. അങ്ങനെയല്ല, പയറരിയും പോലെ അരിയണം. തോരനാണ് ഇത്. തോരനും വെക്കാൻ പറ്റും, പിന്നെ ഇതുപോലെയും വെക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും ഓരോ രീതി. ഇത് ഇത്ര സെക്കൻഡ് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അരിയാം. ഇതെന്താ പറഞ്ഞാൽ ഈ മല്ലി മുളകൊക്കെ ഇട്ടിട്ടല്ലേ വെക്കുന്നത്, അത് കാരണം. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നിറയെ വെള്ളം, അതായത് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഇത് അരിഞ്ഞിട്ട് 2-3 പ്രാവശ്യം കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകണം. കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കണം. കുക്കറിൽ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെച്ച് ഒരു 10 വിസിൽ അടുപ്പിക്കണം. പിന്നെ ചില കുക്കറിലാണെങ്കിൽ ഒരു 6 വിസിലൊക്കെ മതി. നമ്മുടെ വീട്ടിൽ 6 ഉണ്ട്, ചിലർ 10 വേണ്ടി വരും. ഈ ബീഫൊക്കെ. പക്ഷെ എന്നാലും ഇത് ഉടഞ്ഞ് വേവൊന്നുമില്ല. ഇതിങ്ങനെ ഈ നല്ല വേവാണ്. മറ്റേ ഇതില്ലേ, എന്താണ് വാഴയുടെ എന്താ പറയാ, വാഴപ്പിണ്ടി, അത് കിടക്കും പോലെ കിടക്കുള്ളൂ. വെന്തിങ്ങനെ ഉടഞ്ഞിട്ട് അങ്ങനെയൊന്നും ആവില്ല. അപ്പൊ ഇതിനിപ്പോ അടുപ്പാണെങ്കിൽ അടുപ്പത്തിട്ടിട്ട് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ വേവി. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം. ആ വെള്ളം എടുക്കരുത്, വറ്റിക്കാനൊന്നും പാടില്ല. ആ വെള്ളം ഊറ്റിക്കളയണം. വേണം. അത് എപ്പോഴും കിട്ടില്ലല്ലോ. ഒരു കൊല്ലത്തിലൊരിക്കൊക്കെ അത് ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോ ഇത് എപ്പോഴും കിട്ടണമെന്നൊന്നല്ലല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നെ പോലെ എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ നമ്മള് 2-3 പ്രാവശ്യം കഴുകണം. കഴുകിയിട്ട് എടുത്തു വെച്ചാണ് ഇത്. മനസ്സിലായോ? ആ വെള്ളം ആദ്യം 2-3 പ്രാവശ്യം കഴുകി, എന്നിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി പിഴിഞ്ഞ് വെച്ച് പിന്നെ വെള്ളം ഒഴിച്ച് ഒരു 5-8 വിസില് 10 ഒക്കെ വിസിലടിച്ച് അവരുടെ കുക്കറിന്റെ ഇതിനനുസരിച്ച്, എന്നിട്ട് അത് എന്നാലേ വേവുള്ളൂ. എന്നിട്ട് ആ വെള്ളവും കളഞ്ഞിട്ട് പിന്നെ 2-3 പ്രാവശ്യം നന്നായി തിരുമ്പി കഴുകണം. എന്നിട്ട് വെച്ചാൽ മതി കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി ഇതിന് വേണ്ട, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. പിന്നെ ഇത് ഇറച്ചി കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ആണല്ലേ, നല്ല ടേസ്റ്റാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര വേണ്ടു ഇതിന്. പിന്നെ കടുക്, മഞ്ഞൾ. അപ്പൊ സ്റ്റവ് കത്തിക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം. വെറുതെ ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ എന്നെ കളിയാക്കുന്നില്ല. ഇത് കിട്ടിയ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. എന്തുണ്ടെങ്കിലും മാറ്റി വെക്കും. ഇനിയിപ്പോ മട്ടൻ കിട്ടിയാലും മാറ്റി വെക്കുമോ? എന്ത് കിട്ടിയാലും എനിക്ക് ഇതുണ്ടെങ്കിൽ മാറ്റി വെക്കും. ഇത് കൊല്ലത്തിന് ഒരിക്കലേ ഇത് മുളച്ചു വരുള്ളൂ. അത് ഇത്രയേ ഉണ്ടാവുള്ളൂ. മുളച്ചു വരുമ്പോ അപ്പൊ തന്നെ പൊട്ടിക്കണം. അത് ഇത്ര നീളം ഉണ്ടാവുള്ളൂ. കൂടുതലായാലും മൂത്തു പോകും. അതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടണം നമുക്ക്. ആ സമയത്ത് പൊട്ടിക്കണം. കറുത്ത കളറിൽ ഇങ്ങനെ നിൽക്കും പുറത്ത്. അവിടെ ഭംഗിയായിരിക്കും കാണാം. എന്നിട്ട് അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ അതിന്റെ ഉള്ളിലാണത്. ഈ നമ്മളെ ഉണ്ണിപ്പിണ്ടിയൊക്കെ എങ്ങനെ കളയുക അതുപോലെ കളയണം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വെളുത്തിട്ട് ഇത്ര നീളത്തിൽ ഉണ്ടാവും. അമ്മ പൊട്ടിച്ചിട്ടുണ്ടോ? എന്ത് ഇത് അമ്മ നേരിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അല്ല, അച്ഛനാണോ അതോ അമ്മയാണോ എടുക്കാരെന്നാണ് ചോദിച്ചത്. എന്റെ കൂടെ വന്നിട്ട് അച്ഛനും പൊട്ടിക്കും. പക്ഷെ ഞാനും പൊട്ടിച്ചിട്ടുണ്ട്. ആണോ? ഇതൊക്കെ അമ്മ ചെയ്യോ? പിന്നെ ഭീകരയാണ്, ഭയങ്കരയാണ്. അത് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിട്ടും പൊട്ടിക്കാം നമുക്ക്. കൈ കൊണ്ട് പൊട്ടിക്കണം, അല്ല കത്തി കൊണ്ടും പൊട്ടിക്കാം. പറഞ്ഞാൽ മതി, ആക്ഷൻ കാണിക്കണമെന്നില്ല. അപ്പൊ ഇത്തിരി എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. അമ്മ എന്തിനാ എണ്ണ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? കൈയും കാലൊക്കെ കാണിച്ചിട്ട്. അതല്ല, ഒന്നാമത് അമ്മേനെ അടുത്ത് നിൽക്കുമ്പോ എനിക്കൊരു പേടിയുണ്ട്. ഇവിടെയും ചിലരൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ആണോ? ഇപ്പൊ ഞാൻ
ഞാൻ ആദ്യം വെച്ചിട്ട് ആ ദീപയ്ക്കും ഷീജയ്ക്കും നമ്മുടെ അവിടെയൊക്കെ കൊടുത്തില്ലേ, അവരിപ്പോ അത് എവിടെ കണ്ട അവര് കൊടുത്തിട്ടുണ്ടെന്നിട്ട് വെക്കുന്നുണ്ട്. ആദ്യം അവർ ചോദിക്കണ്ടായിരുന്നല്ലോ ഇത് എന്താണത്. അയ്യോ എന്റെ ചേച്ചി ഇതൊക്കെ കഴിക്കോ, എന്താ ചേച്ചി മുകളെ കഴിക്കേ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ഒരു ദിവസം കഴിക്കാൻ കൊടുത്തു അല്ലേ. കൊടുത്തപ്പോ പിന്നെ അവർക്കത് ഇഷ്ടമായി. പിന്നെ ഉണ്ടാക്കുന്ന എപ്പോഴൊന്നും കിട്ടില്ലല്ലോ, കൊല്ലത്തിലോ ഒരു പ്രാവശ്യം അത് കിട്ടും. എപ്പോഴും കിട്ടുന്നതിന് വലിയ വിലയില്ലേ അല്ലമ്മ. അതല്ല ചില സാധനങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ കൂനുണ്ടാവില്ലേ പറമ്പില്, മേടിക്കുന്ന കൂനല്ല അത് ഉണ്ടാക്കുന്നുണ്ട്. ഈ പറമ്പിലുണ്ടാവുന്ന കൂനിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അറിയാലോ, നീ കൂട്ടില്ലല്ലോ, എനിക്ക് നമുക്ക് അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നീ അത് കൂട്ടില്ല, പക്ഷെ മേടിക്കുന്ന കൂനൊന്നും ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ കടുക് പൊട്ടി. പിന്നെ ഇതിന് ഒരുപാട് വേറെ മസാല ഒന്നും വേണ്ട. ചെറിയ ഉള്ളി വെച്ച് ഒരുപാട് ഉള്ളി അങ്ങനെ ഒന്നും വേണ്ട അതിന്. ഇതിങ്ങനെ ഇത് പിന്നെ നമ്മുടെ ഈ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഇന്നലെ നമ്മൾ പൊടിക്കുന്നത് എനിക്കിതിപ്പോൾ ഇന്ന് വെക്കേണ്ട വേണം. അല്ലെങ്കിൽ ചെറുപയറ്, മുതിര, കടല ഇത് മൂന്നും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തി മുളപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇത് ഇട്ടിട്ട് ഇതേപോലെ വെക്കണം. ഇതേപോലെ കുറച്ച് നാളികേരം ഇടുന്നത്. ഇത് അച്ഛനെ കുറച്ച് നേരത്തെ കൊണ്ടുവന്നെങ്കിൽ ഇന്നലെ തന്നെ പൂശിയാലേ. ഞാൻ ഇനി അത് മുളച്ച് ആകെ ഒരെണ്ണം മുളച്ചിട്ടുണ്ടാകുന്നുള്ളൂ. ഇനി എന്തായാലും മുളച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം ഇട്ടിട്ട് മുളപ്പിച്ചിട്ട് വെച്ച് കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റാണ്. എങ്ങനെ അറിയോ, ചെറുപയറ്, കടല, മുതിര, പിന്നെ വേറെ എന്തെങ്കിലും വർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി മുളപ്പിച്ചു. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കണം നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ? അത് അവര് തിന്നു നോക്കിട്ട് പറയും. അല്ല ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കണം? നീ തിന്നു നോക്കാണ്ട് പിന്നെ നീ പറയും അമ്മക്ക് മുളയും അങ്ങനെയുള്ളത് എങ്ങനെയുള്ളത്. അല്ല പണ്ട് ഇത് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാം അമ്മ മുളയും കൂടി മുടില്ലല്ലോ എന്ന് പറയും. ഇത് നല്ലതാണ്, വർഷത്തിലൊരിക്കലും കഴിക്കാൻ നല്ലതാണെന്നാണ് കർണാടകത്തിലെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ മാത്രം അത് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെയും ഓരോരുത്തരൊക്കെ എൻ്റെ അമ്മ കർണാടകത്തിലേക്ക് പോകും. എനിക്ക് പറയാൻ പാടില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണമ്മ. ഇവിടുത്തെ ആൾക്കാർക്കോ എല്ലാവർക്കും ഇതറിയില്ല. ഇപ്പൊ ദീപി ശ്രീജയൊക്കെ കിട്ടിയ ഒരു കഷ്ണം കൂടി തരാറില്ല. പണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ വന്നപ്പോൾ കഴിക്കുന്നത്. അന്നും നമ്മളവിടെ തൊടിയിൽ മുളയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ആരും ഞാൻ വരുന്നവരെ ആരും പൊട്ടിച്ച് വെച്ചില്ലല്ലോ. ഇല്ല. അതെന്താ വെക്കേണ്ടത് നന്നറിയില്ല അവർക്ക്. അമ്മായി വെക്കുന്നുണ്ട്. അവിടെ വന്നൊത്തിരി മുള കൊണ്ടുവരാറുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറയേ ഞാൻ പോയിട്ടില്ല, അങ്ങ് ഏട്ടൻ പോയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. മഴ പെയ്യുന്നൊന്നും എൻ്റെ അമ്മായി കഴിക്കാറുണ്ട്. അവിടെ കിട്ടുമോ, മുളച്ചിട്ടുണ്ടോ, മുളം കൂമ്പ് മുളച്ച് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിക്കണം. ഒരു 2-3 ദിവസം വൈകി കഴിഞ്ഞാലേ അത് മൂത്ത് പോയി, പിന്നെ ഒന്നിനും പറ്റില്ല. അത്ര സമയത്ത് തന്നെ പൊട്ടിക്കണം അല്ലേ? അതിനൊക്കെ ഒരു സമയം പിന്നെ വെക്കാൻ പറ്റില്ല. അത് മൂത്തിട്ട് മുളയാവില്ലേ, ഇത് കൂമ്പല്ലേ. ആ മുളയായ പിന്നെ അത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിങ്ങനെ തൊട്ട് വെക്കുമ്പോ ഇങ്ങനെ ഇതാവും. പിന്നെ കുറച്ച് അമ്മ, പിന്നെ ഒരിത്തിരി മഞ്ഞപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം. നമ്മളത് കഴുകുമ്പോഴും വേവിക്കുമ്പോഴൊക്കെ ഇട്ടുണ്ടെങ്കിലും മഞ്ഞപ്പൊടി ഇതിൽ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ അത് ഇട്ടുകൊടുക്കാം. മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതൽ വേണം അതിന്. ഞാൻ കൂടുതൽ ഇടാറുണ്ട് ഇതിന്. എന്താണ് അപ്പോൾ ഞാൻ പറയണതമ്മ, മിക്കവാറും നമ്മളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് അത് വന്നുപോയി അമ്മ. അപ്പോ നമ്മളൊക്കെ എപ്പോഴും ജീവിതത്തിൽ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി എല്ലാവരും വ്യക്തികളും എന്തെങ്കിലും ഒന്ന് വേറൊരു വ്യക്തിയിൽ നിന്ന് പകർത്തിയെടുക്കാൻ നോക്കും. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു കോപ്പി അടിക്കാൻ ഒരുപാട് നമ്മൾ പ്രയത്നിക്കും ജീവിതത്തിലൊക്കെ, ജീവിത ശൈലികൾ. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ ആവശ്യമുള്ളത് വെച്ചാൽ മതി, ബാക്കി ഞാൻ കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മുടെയായ ശൈലികൾ, നമ്മുടെയായ സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ട്. അതിന്റെ പ്രാധാന്യം നമുക്കറിയില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും, മറ്റൊരാളിനെ നോക്കിയിട്ട് അതുപോലെ ആവാൻ ശ്രമിക്കുന്നവരാണ് കൂടുതൽ. ഇതിൽ നമുക്ക് ഓർമ്മയുള്ളൊരു പഴയ നമ്മുടെ വീട്ടിലെ കഥ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ നല്ല പൈസയൊക്കെ ഉള്ള ആളാണല്ലോ അച്ചാച്ചൻ. അപ്പോൾ ഏറ്റവും ടിപ് ടോപ്പായിട്ടാണ് നമ്മുടെ അച്ഛനൊക്കെ നടക്കുക. കോട്ടും സൂട്ടൊക്കെ ഇട്ട നാട്ടിൽ അങ്ങനെയാണ് നടക്കുക.
പറഞ്ഞോ. അപ്പോൾ അന്ന് കാലഘട്ടങ്ങളിൽ എപ്പോൾ എവിടേക്ക് പോയാലും അച്ചാച്ചൻ തിരിച്ചു വരുമ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു സാരിയും കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു നെക്ലസും കൊണ്ടുവരും. അത് സ്വാഭാവികമായിട്ട് എപ്പോഴും സംഭവിക്കുന്നതാണ്. അത് കണ്ടിട്ട് അമ്മാമ്മയ്ക്കാണെങ്കിൽ ഇതിനോടൊന്നും വലിയ വിലയില്ലാണ്ടായി. കാരണം ഇത് എപ്പോഴും കിട്ടുന്ന സംഭവമാണല്ലോ. എപ്പോഴെങ്കിലും ഒരു നെക്ലസ് കിട്ടിയ ഒരു മാല കിട്ടിയൊക്കെ ആണെങ്കിൽ അതിന് വലിയ വിലയുണ്ടാവും. ഇത് എപ്പോഴും കൊണ്ടുവരുമ്പോൾ ഇന്നും കൊണ്ടുവന്നു. കാരണം കൊണ്ടുവരുന്നറിയാം, ഒരു ടൂറല്ല, ഒരു ബിസിനസ് ടൂർ പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അച്ചാച്ചൻ എന്തെങ്കിലും കൊണ്ടുവരും. അമ്മയ്ക്കും കൊണ്ടുവരും, അമ്മമ്മയ്ക്കും കൊണ്ടുവരും, എല്ലാവർക്കും കൊണ്ടുവരും. പക്ഷെ അമ്മമ്മയ്ക്ക് കൊണ്ടുവരും എന്ന് വെച്ചാൽ വീട്ടിലെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഭാര്യക്ക് വീട്ടിലെ അല്ലമ്മാ, അങ്ങനെയല്ലമ്മാ. ഈ പറയുമ്പോ ഭർത്താക്കന്മാര് ഭാര്യമാര് എന്നൊക്കെ പറയില്ലേ? ശരി, അംഗീകരിച്ചു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊക്കെ ഒരുവിധം പ്രായം വരെയൊക്കെ അമ്മമ്മ നല്ല ടിപ് ടോപ്പായിട്ട് നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ സൂപ്പറായിട്ടൊക്കെ നടക്കണ്ടായിരുന്നു. എവിടെയോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ സ്വാഭാവികമായിട്ട് അച്ചാച്ചൻ ടിപ് ടോപ്പായിട്ടാണല്ലോ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മമ്മേൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് എന്ത് സിമ്പിളായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞു. എന്തൊരു സിംപ്ലിസിറ്റിയാണ് നിങ്ങൾ ഈ സാധാരണ ഒരു സാരി അതുപോലെ ചെറിയൊരു മാലയൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ ഒരുപാട് അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിങ്ങളിതൊന്നും കാണിക്കേണ്ട നടക്കണ്ടല്ലോ. ആ വാക്ക് കേട്ട അമ്മമ്മ അന്ന് അങ്ങോട്ട് തീരുമാനിച്ചു, എന്താ അറിയോ, ഇനി എനിക്ക് ഇങ്ങനെ തന്നെ നടന്നാൽ മതി. അന്ന് തൊട്ട് അവർ അവസാനം വരെ പിന്നെ അങ്ങനെ ഒരുങ്ങി കണ്ടിട്ടേ ഇല്ല. കാരണം അവർക്ക് ആ സിംപ്ലിസിറ്റി കേട്ടപ്പോൾ അതവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെന്ത് ചെയ്തു, എന്തെന്നാ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നീ എന്താ അങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നീ ഇത്ര സിമ്പിളായിട്ട് വരുന്നത്, അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് നല്ല സാരി കൊടുത്തൂടെ, നല്ല നെക്ലസ് ഇട്ടൂടെ, നല്ല ഗോൾഡൊക്കെ ഇട്ടൂടെ, എന്തിനാ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ വരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി, ആ കുറച്ചിലും നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാൻ പറയൂ അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞാൽ പകർത്തിയെടുത്തു. അവിടുന്ന് ഒരാൾ പറഞ്ഞൊരു വാക്ക്, ഓ എന്ത് സിമ്പിളാണ് ജാനകിയമ്മേ, നിങ്ങളിങ്ങനെ കാണാൻ ഭയങ്കര അതിശയം തോന്നുന്നു, ഇത്രയൊക്കെ പൈസയുണ്ട്, നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ടിപ് ടോപ്പായിട്ട് നടക്കണു, കോട്ടും സൂട്ടും ഇല്ലാണ്ട് കാണാനേ പറ്റില്ല, നിങ്ങൾ എന്താ അല്ല ജാനകിയമ്മ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും പൈസ ഉണ്ടായിട്ട് നെറുകൂടം തുടുമ്പില്ല എന്നൊക്കെ പറഞ്ഞു. അതങ്ങോട്ട് കേട്ട അമ്മാമ്മ പിന്നെ ജീവിതകാലം മുഴുവനും അതേ രീതി. പിന്നെ ഞങ്ങൾ അവരങ്ങനെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല അല്ലേ. പിന്നെ എന്തെങ്കിലും ഇടാൻ പറഞ്ഞത് മക്കളിട്ടോടും പറയും, പക്ഷെ അവരിടില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ അവിടുന്ന് എവിടുന്നോ കിട്ടിയത് അങ്ങനെ അങ്ങോട്ട് പകർത്തിയെടുത്തു. അതുപോലെ തന്നെ നമ്മൾ അതെ എന്നാലും പറയാ, അമ്മ പറഞ്ഞില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞേ. കുറ്റല്ല. അപ്പൊ അത് ഇങ്ങനെ പകർത്തിയെടുത്തു. പിന്നീട് ഇപ്പൊ മാമ്മമാരാണെങ്കിലും ആരാണെങ്കിലും എവിടേക്ക് കൊണ്ടുപോകുമ്പോഴും ആ സിംപ്ലിസിറ്റിയിൽ തന്നെ കൂടും. അപ്പൊ അവരും പറയും, എന്താ അമ്മ അത് ഒന്നും കൂടി ഒന്ന് ഒരുങ്ങിക്കോട്ടെ, ഇങ്ങനെയൊക്കെ തന്നെ ഒരുങ്ങാൻ പറ്റുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി ആണോ. അതേപോലെ പലരും വേറെ രീതിയിൽ പകർത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് എന്തുണ്ടോ അതിൽ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുക. പക്ഷെ നമ്മളതിന് തയ്യാറല്ല. നമ്മളെന്ത് ചെയ്യറിയോ, അപ്പുറത്ത് അവർ ജീവിക്കുന്നില്ല, അതുപോലെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നവരാണ് നമ്മളിലേറെ ആൾക്കാരും അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ തൃപ്തരായി സന്തോഷമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് നമുക്ക് സമ്പൂർണ്ണത ഉണ്ടാവും. നമുക്കില്ലാത്തത് തേടി പിടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഓരോ ആൾക്കാർ ഓരോ കുടിയിൽ ചെന്ന് ചാടുന്നതും. അവരാവാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അവൻ്റെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം സുന്ദരമാണ്, നമ്മുടെ ശൈലി സുന്ദരമാണ്. നമുക്ക് നമ്മുടെ തന്നെ സുന്ദരമായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആരെ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മുടെ സ്വഭാവം നമ്മൾ ഇഷ്ടപ്പെടണം, പകർത്തിയെടുക്കണം. നല്ല ഗുണങ്ങൾ എവിടെ നിന്ന് കിട്ടുമ്പോൾ അത് പകർത്തിയെടുക്കുക. പക്ഷേ ഇനി ഒരാളായി സമ്പൂർണ്ണമായിട്ട് മാറാൻ നമ്മൾ ചെയ്യരുത്. കാരണം അത് അവൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ നമ്മൾ കോപ്പി അടിക്കാൻ പോകരുത് അല്ലേ. എന്താ നമുക്ക് പറയാനുള്ളത്? അപ്പൊ അതിന്റെ ഒരു കഥ പറയാൻ ഇതിന് ഇതേപോലെ ഒരു കഥയുണ്ട്. പറയൂ. ചെറുപ്പത്തിൽ എന്നൊക്കെ വായിച്ചിട്ടുള്ള കഥയാണ്, ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. എന്താറിയോ, അതാണ് അമ്മ ശരിക്കുണ്ടാവുന്നത്. ഈ പകർത്തിയെടുക്കുക അത് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്കൂളൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. പണ്ട് ഗുരുകുലം. എത്ര പണ്ട്? അതൊന്നും എനിക്കറിയില്ല. ഒരുപാട് ഇതൊക്കെ കഥ വായിച്ചിട്ടുള്ളതല്ലേ. മിണ്ടിയതെല്ലാം പറയും എന്റെ അമ്മേ. അപ്പൊ എപ്പോഴെങ്കിലും കിട്ടണം നിനക്ക് ഗുരുകുലത്തിന്റെ കാര്യത്ത് എപ്പോഴെങ്കിലും കിട്ടും. മനസ്സിലായോ? ഗുരുകുലം കിട്ടാറുന്ന ഒരു കാലല്ലേ. അന്ന് ഞാനും കൂടി ജനിച്ചില്ല, പിന്നെ അങ്ങനെ അമ്മ ജനിക്കുക. ഞാൻ ജനിക്കാത്തപ്പോ അമ്മ ജനിക്കുവോ? എത്ര എന്തായാലും ഉടഞ്ഞൊന്നും പോയില്ല. അതുകൊണ്ട് ആ കാലത്തൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല അമ്മ. നീ ഉണ്ടായിട്ടില്ല, ഞാനും ഉണ്ടായിട്ടില്ല. അതല്ല, ഞാൻ ഉണ്ടായാലല്ലേ അമ്മ ഉണ്ടാവുള്ളൂ. ആ ജന്മത്തെ ഞാൻ അമ്മയുടെ അമ്മയായിരുന്നു ആ കാലഘട്ടം. പറയട്ടെ, നീ കഥ പറയുമ്പോ
ഞാൻ ഉണ്ടാക്കുന്നില്ലേ? എന്റെ മകളായിട്ട് മറ്റേ എന്റെ കയ്യിൽ കിട്ടിയ എന്റെ അമ്മ ഞാനൊരു ചൂരല് മേടിച്ച് വെക്കും എന്റെ കയ്യിൽ. അപ്പൊ ശരിയാക്കി തരാം ഞാൻ. ആയിക്കോട്ടെ, അപ്പഴ നോക്കാം. ഇപ്പൊ അമ്മയായിട്ട് എന്തോരം ദ്രോഹിക്കുന്നുണ്ട്. അപ്പൊ ഞാനും നിന്നെ പോലെ തന്നെ ഞാനും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഗുരുകുലം ആ സമയത്ത് അവിടെ ഒരു ഗുരു. അപ്പൊ ഗുരുക്കുലത്തെ ഗുരു അല്ലാണ്ട് പിന്നെ അപ്പൊ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ നല്ലൊരു ജ്ഞാനിയാണ് അയാള്. നല്ല ഒരു ഭക്തൻ, ദൈവഭക്തനും ജ്ഞാനിയൊക്കെ അങ്ങനെയാണല്ലോ പണ്ടത്തെ ഗുരുക്കള്. ഇപ്പത്തെ ഗുരുക്കളൊക്കെ അമ്മേനെ പോലെ അഹങ്കാരാണ്. പറയാൻ പാടില്ല. അപ്പൊ ഗുരുകുലത്തെ ആള് എപ്പോഴും ആള് രാവിലെ ഈ കുട്ടികളൊക്കെ വരുന്നതിന്റെ മുമ്പും അതിന്റെ ശേഷം കുട്ടികളൊക്കെ പഠിച്ചു അല്ല ധ്യാനത്തിനിരിക്കുക. അപ്പൊ രാവിലെ വീട്ടുകുടുംബം ഒരു സ്ഥലത്ത് പോയി നല്ല പ്രശാന്തമായ ഒരു സ്ഥലം നോക്കി ധ്യാനത്തിനിരിക്കും. പ്രശാന്തമായ സ്ഥലമില്ല. ഗുരുക്കന്മാരൊക്കെ അങ്ങനെ ആളാവുന്നു പറയട്ടെ. അല്ല അയാൾ ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഗുരുകുലത്തിന്റെ അടുത്ത് തന്നെ ഒരു പ്രശാന്തമായ എനിക്ക് വേണം ധ്യാനത്തിനിരിക്കാനൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഇരിക്കാൻ പോയതായിരിക്കും. ഒരു സ്ഥലത്താണല്ലോ അവരൊക്കെ ഇരിക്കുക പോയിട്ട്. അല്ലാതെ സ്ഥലത്തൊന്നും ഇരിക്കില്ല. ഗുരുകുലത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുക അവരൊക്കെ അങ്ങനെയാണ്. കണ്ടോ, പഠിപ്പിക്കാൻ മാത്രം ഗുരുകുലത്തിനോട് ഒരു കാറ്റ് കൊള്ളാണ്ടിരുന്നോട്ടെ. പക്ഷെ ഇങ്ങോർക്ക് ധ്യാനിക്കാൻ ഗുരുകുലത്തിന്റെ ഉള്ളിലൊന്നല്ല ഇരിക്കുക, പുറത്തന്നെ. പക്ഷെ ഇങ്ങോർക്ക് ധ്യാനിക്കാൻ നല്ല സ്ഥലം വേണം. ആയിക്കോട്ടെ, പറയും. ഗുരു അത്ര ശരിയല്ല. ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് ആ ഗുരു അമ്മയാണോ? ധ്യാനത്തിനിരിക്കുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ടു. അയ്യോ, അപ്പൊ എവിടെ ഒരു കരച്ചിൽ കേട്ടിട്ടല്ലോ എന്ന് പറഞ്ഞ ആള് കണ്ടടച്ചിരുന്ന ആൾക്ക് ഈ ധ്യാനത്തിലിരിക്കുന്ന ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കാൻ പാടുമോ? പോയിട്ടല്ലേ ഉള്ളൂ. അല്ല ഇങ്ങോട്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ പാടുമോ? ധ്യാനം തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള ഗുരുവാണ്. കരച്ചിൽ കേട്ടപ്പോ എവിടെ ജാഥ കരയണ് അങ്ങോട്ട് ചുറ്റും നോക്കി. കരയാന്ന് പറയുമ്പോ ഒരു വിഷമം വന്നിട്ടല്ലേ. അപ്പൊ ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോ അവിടെ ഒരു മരത്തിന്റെ മുകളിൽ കാക്ക ഇരുന്ന് കരയാണ്. അയ്യോ പാവം. അപ്പൊ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, എന്തിനാ നീ കരയുന്നത്, എന്താ നിന്റെ സങ്കടം എന്ന് ചോദിച്ചു കാക്കയോട്. അന്നൊക്കെ സംസാരിക്കല്ലോ, കഥയില് ചോദിക്കാൻ പാടില്ല. അപ്പൊ കാക്ക സംസാരിച്ചു. കാക്ക വന്നിട്ട് പറഞ്ഞു, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഈ ജന്മം വേണ്ട, ഞാൻ മരിക്കാൻ പോകുന്നു. വൃത്തിയായിട്ട കാക്ക. ഞാൻ മരിക്കാൻ പോവാണ്. ആത്മഹത്യ ചെയ്യണ കാക്ക. എന്തിനാണ് ഇപ്പൊ നീ മരിക്കണത്, എന്താ നിന്റെ പ്രശ്നം? ആത്മഹത്യ ചെയ്യണ കാക്ക. അയ്യോ പറയും, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനാണ് കയറെടുത്ത് കൊടുത്തത്. നല്ല സ്വരം ഇല്ല, എന്നെ ആരും സ്നേഹിക്കില്ല, എല്ലാ മൃഗങ്ങളെയും അവരടുത്ത് വിളിച്ച് ഇങ്ങനെ വളർത്ത് മൃഗങ്ങളാക്കും, അങ്ങനെ പലതുണ്ടല്ലോ. അപ്പൊ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്റെ ജീവിതം വ്യർത്ഥമാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമാണ് ഗുരുക്കളെ ഞങ്ങൾ, അതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഈ ജന്മം വേണ്ട എന്ന് പറയും. അപ്പൊ പറയൂ, മരിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ തപശക്തി കൊണ്ട് നീ എന്താണ് നിനക്ക് ആഗ്രഹിച്ച അതുപോലെയുള്ള ഒരു പക്ഷിയാക്കി മാറ്റാം. അപ്പൊ നീ അത് പറഞ്ഞു, നീ പക്ഷിയുടെ ഇനത്തിന് പെട്ടതാണല്ലോ, അപ്പൊ നിനക്ക് പക്ഷിയുടെ ഏത് രൂപമാണ് വേണ്ടത് വെച്ചാൽ ചോദിച്ചോ, നിനക്ക് അതല്ലേ ഇപ്പൊ സങ്കടം, സൗന്ദര്യ സ്വരം തന്നല്ല എന്നൊക്കെ. അപ്പൊ ഏതിനെയാണ് നിങ്ങൾ എന്താവണമെന്ന് നിനക്ക് ആഗ്രഹിച്ച അത് പറഞ്ഞു, എന്റെ ഒരു തപശക്തി കൊണ്ട് നിന്നെ ഞാൻ അതാക്കി മാറ്റാമെന്ന്. അപ്പൊ അതാലോചിച്ചു, എനിക്ക് ഒരു ഹംസമായാൽ മതിയിരുന്നു. അത് ഭംഗിയല്ലേ, നല്ല വെളുത്ത് നല്ല സുന്ദരിയല്ലേ. അപ്പൊ അതാക്കി മാറ്റാം നിന്നെ. പക്ഷെ അതിന്റെ മുമ്പ് നീ ഹംസത്തിനോട് പോയി ചോദിക്കി, അത് എല്ലാത്തിലും തൃപ്തളാണോ, തൃപ്തിയുള്ളതാണോ അതിന്റെ ജന്മം എന്ന് ചോദിക്കുന്നു. അപ്പോ അത് പോയി ഹംസത്തിന്റെ അടുത്ത് പോയി ചോദിക്കും, ഹംസമേ നീ നല്ല സുന്ദരമായിട്ടുണ്ടല്ലോ, നീ ജന്മം നിനക്ക് നല്ല സംതൃപ്തളാണോ എന്ന് ചോദിച്ചു. അപ്പോ ആ ഹംസം പറയുന്നു, എനിക്ക് ഈ ഒരു രൂപോ ഈ ഇതിനോട് എനിക്ക് അത്ര സംതൃപ്തിയില്ല, പഞ്ചവർണ്ണ കിളിയില്ലേ അതുപോലെ ആവണം, പല പല വർണ്ണങ്ങളുള്ള പഞ്ചവർണ്ണ കിളി എന്ന് പറഞ്ഞാൽ പല വർണ്ണങ്ങളുള്ള ആ കിളി ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തു ഭംഗിയാ, അതിനെ ആൾക്കാർ കൊണ്ടുപോയി വളർത്തും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തു ഭംഗിയല്ലായിരുന്നു. അപ്പോൾ അത് ശരി, അപ്പൊ ഇതിനേക്കാളും നല്ലത് അതാണെന്ന് പറഞ്ഞ് കാക്ക പഞ്ചവർണ്ണ കിളി അന്വേഷിച്ചു പോയി. പഞ്ചവർണ്ണ കിളിന്റെ അടുത്ത് പോയിട്ട് ഇതേ ചോദ്യം ചോദിച്ചു, നീ സംതൃപ്തളാണോ, നീ എല്ലാം കൊണ്ടൊന്നും. അപ്പൊ പഞ്ചവർണ്ണ കിളി പറയാ, എനിക്ക് അങ്ങനെ വലിയ സംതൃപ്തിയൊന്നുമില്ല,
എൻ്റെ ഈ വർണ്ണമൊക്കെ കണ്ടിട്ട് എന്നെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് കൂട്ടിലിട്ട് വളർത്തും. ഞാൻ പേടിച്ചാണ് ജീവിക്കുന്നത്. എപ്പോഴാണ് എന്നെ ആൾക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് കൂട്ടിലിട്ട് അടയ്ക്കുക എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്തിനാണ് ഈ പഞ്ചവർണ്ണമൊക്കെ തന്നത് എന്നുള്ള ഒരു സങ്കടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിനും സംതൃപ്തിയാണ്. അപ്പം പിന്നെ എനിക്ക് നല്ല ഭംഗി, എന്നെക്കാളും ഭംഗി മയിലല്ലേ, അതാവാനാണ് എനിക്ക് ആഗ്രഹം. അതിന് ഒരു ഇതുമില്ല. അപ്പൊ അതാവാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ അത് ശരി, പഞ്ചവർണ്ണക്കിടി ഇങ്ങനെയാണല്ലേ, അന്ന് അത് വേണ്ട, എന്നാ പിന്നെ മയിലിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു മയിലിനോട് പോയി ചോദിച്ചു. ഞാൻ ഭംഗിയും എല്ലാം കറക്റ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ പീലി ഇങ്ങനെ ആൾക്കാർ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് പൊട്ടിച്ച് കൊണ്ടുപോകും. അങ്ങനെ എന്തോരം വേദന സഹിക്കുന്നത് അറിയോ, എന്തിനാ ഈ ജന്മം എന്ന് തോന്നിപ്പോകും. അത്രയും വേദനയാവും അവർ വന്നിട്ട് എൻ്റെ പീലികൾ. അത് ശരി, അപ്പോൾ നീ തൃപ്തളല്ലേ, എന്തിനാ ഈ ജന്മം എന്ന് തോന്നിപ്പോകും പറഞ്ഞപ്പോൾ കാക്കാക്ക് മനസ്സിലായി. അത് ശരി, ഇവരെല്ലാവരും ഇങ്ങനെയാണ്, അതിനേക്കാളും നല്ലത് എൻ്റെ ഈ ജന്മം തന്നെയാണ്. ഞാൻ അല്ല, എനിക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും സ്വരം നന്നല്ലെങ്കിലും എന്നെ സ്വതന്ത്രയാണ് ഞാൻ ഇവരെക്കാളൊക്കെ എന്ന് വിചാരിച്ച് തിരിച്ചുപോയി. തിരിച്ച് ഗുരുക്കളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ആ ഗുരു അപ്പോൾ അവിടെ തന്നെ അത് തപസ് ജ്ഞാനത്തിലിരിക്കുമ്പോ കുറച്ചു നേരം ഇരിക്കില്ലേ. ശരി, അല്ല ശിഷ്യന്മാരൊന്നും വന്നിട്ടേ ചോദിക്കാണ്, കാക്കത്രയൊക്കെ തെരഞ്ഞു വരും. അപ്പൊ തിരിച്ചെത്തി. അപ്പൊ പറഞ്ഞു, എന്താ ഏത് പക്ഷിയാവാനാണ് നിനക്ക് ആഗ്രഹം, പറഞ്ഞോ, ഞാൻ അതായി നിന്നെ മാറ്റാറുണ്ട്. ഗുരുകളെ എനിക്കൊന്നും ആവണ്ട, എൻ്റെ ഈ രൂപം ഈ ജന്മത്തിൽ എനിക്ക് ഇതന്നെ മതി, മറ്റുള്ളതൊന്നും എനിക്ക് വേണ്ട, എന്താണ് എനിക്കുള്ളത് അതിൽ ഞാൻ സംതൃപ്തതാണ് പറഞ്ഞത്. അതെന്ത് പറ്റി? അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഗുരുക്കളും. അപ്പോൾ ഗുരുക്കൾ പറഞ്ഞു, അതന്നെയാണ്, നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സംതൃപ്തി നേടണം. അല്ലാണ്ട് മറ്റുള്ളവരെ കണ്ടിപ്പോൾ കുറേ കാശുള്ള ഭയങ്കര ധനികരാണ്, വലിയ കാറ് ഇതിലൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ ആള് എല്ലാം കൊണ്ടും സംതൃപ്തരാണ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എന്തൊക്കെ വിഷമങ്ങളുണ്ടാവും അല്ലേ. അതുപോലെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാവർക്കും നമുക്ക് എന്താണുള്ളത്, നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് എന്താണ് വിധിച്ചിട്ടുള്ളത് അതാണ് ദൈവം നമുക്ക് തരിക. അതിൽ നമ്മൾ സംതൃപ്തി കാണണം. അല്ലാണ്ട് അവരെ പോലെ ആവണം, ഞാനതാ അവരിങ്ങനെ ചെയ്തിട്ട് നന്നായി, ഇവരിങ്ങനെ ചെയ്തിട്ട് നന്നായി, എനിക്ക് അത് ചെയ്യണം. അവരുടെ ജീവിതത്തെ കണ്ടില്ലേ, അവരെന്താ അവരുടെ ജീവിത ആഡംബരം, ദൈവമേ എനിക്കങ്ങനെ ആവാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് എന്താണ് നല്ലത് എന്നുള്ളത് അത് ദൈവം വിധിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊരു ജീവിതമുണ്ട്. ജീവിതമുണ്ട്. അതിന് നമുക്ക് എന്ത് സന്തോഷമുള്ളത് അതിന് നമ്മൾ സംതൃപ്തി കാണണം. നിന്നെ കണ്ടിട്ട് ഞാൻ നിന്നെ പോലെ ആവണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് തെറ്റാണ്. ദൈവം ഒരിക്കലും അതിനെ പിന്നെ നമുക്ക് ആഗ്രഹിക്കാം, എന്താ അറിയോ, നന്നായോ നന്നാവട്ടെ, അതിലൊരു കുഴപ്പമില്ല. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ സമ്പാദിക്കണം അങ്ങനെയുള്ള വിചാരമൊക്കെ നല്ലതാണ്. പക്ഷെ അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി നമുക്ക് കിട്ടട്ടെ. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ ആവണം എന്നുള്ള വിചാരം ഒരിക്കലും നന്നാണ്. അത് ആണായാലും പെണ്ണായാലും, ലോകത്ത് ആണായാലും പെണ്ണായാലും അവരവർക്ക് തന്ന ജീവിതം അത് എത്രത്തോളം സുന്ദരാക്കാൻ പറ്റും അത്രത്തോളം സുന്ദരാക്കാൻ ശ്രമിക്കുക. അപ്പൊ മറ്റൊരാളെ നോക്കിയിട്ട് അവന്റെ ജീവിതം ഇതിനേക്കാളും ബെറ്ററാണ്, ആ ജീവിതശൈലി ഞാൻ കോപ്പി ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ ആവാൻ ശ്രമിക്കണം എന്നിട്ട് പോകുമ്പോൾ നമ്മുടെ നിൽക്കണ വഞ്ചി പോലും മുങ്ങിപ്പോവും പറയും പോലെ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാവും. നമുക്ക് എന്താണോ ദൈവം അതിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ നോക്കുക. നമുക്കുള്ളതിനെ കുറിച്ച് നല്ല ഗുണങ്ങളുണ്ടാവും, ആ ഗുണങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ നോക്കുക. ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു വ്യക്തിയാവാൻ ശ്രമിക്കാതെ നീ തന്നെ ആവാൻ ശ്രമിക്കുക മാക്സിമം. മനസ്സിലായില്ലേ? എല്ലാവർക്കും അകലേന്ന് കാണുമ്പോൾ അവർ ഒരുപാട് സംതൃപ്തരാണ് അല്ലെങ്കിൽ അവർ ഒരുപാട് നല്ല ജീവിതം നയിക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ജീവിതത്തോട് നമ്മൾ അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അത് നമുക്കറിയില്ല. അതാണ് അവനവൻ്റെ ജീവിതം അവനവന് മാത്രമേ അറിയുള്ളൂ. അകലെ നിന്ന് കാണുന്ന ഒരാൾക്ക് ഒന്നും അറിയില്ല. കഴിയുന്നത് നമ്മൾ മറ്റൊരു വ്യക്തിയാവാൻ ശ്രമിക്കാതിരിക്കുക, അല്ലേ? നമ്മളായി തന്നെ ജീവിക്കുക. നമ്മുടെ ഒറിജിനാലിറ്റി അത് നമ്മളിൽ മാത്രമേ ഉള്ളൂ. കാരണം നിനക്ക് തുല്യം നീ മാത്രം. അതുകൊണ്ട് നിന്നെ നീ പഠിക്കുക, നീ സ്വയം നന്നാവുക, അല്ലാണ്ട് മറ്റൊരാളായി മാറാതിരിക്കുക, അല്ലേ? അതല്ലേ ഈ മോറൽ സ്റ്റോറിയുടെ അർത്ഥം. സ്വഭാവ ഗുണങ്ങളുണ്ടെങ്കിൽ പകർത്താം. അപ്പൊ ഞാൻ അമ്മ ചോദിക്കുന്നത് ഈ പച്ചമുളക് കൂടി ഇതിലിട്ട് കൊടുക്കുക, ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതിന്റെ എല്ലാ കാര്യം കഴിഞ്ഞു. പക്ഷെ ഇത് സത്യമായിട്ടും അമ്മ ഇപ്പോൾ എന്തെന്നെ ഉണ്ടെങ്കിലും ഇതന്നെ കൂട്ടുള്ളൂ.
അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇതല്ലമ്മ. അതെ അതെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത് ഓൾറെഡി വെന്തതാണ്. എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ടമ്മ. ഈ ഗുരുക്കുലൊക്കെ അന്നുണ്ടായ കാലം ഉണ്ടല്ലോ, അന്ന് ഞാനും മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാക്കയുടെ പകരം ഞാനാണെങ്കിൽ ആ ഗുരുവിൻ്റെ അടുത്ത് പോയി ഒറ്റ ചോദ്യം ചോദിക്കും, എനിക്ക് എൻ്റെ അമ്മയാക്കി തരുന്നു. എന്തറിയോ, അമ്മയുടെ അഹങ്കാരം ഭയങ്കരമാണ് എന്നോട്. അപ്പോൾ ഞാൻ അമ്മയായിട്ട് മാറിയിട്ട് കയ്യിൽ ചൂരലും പിടിച്ചിട്ട് ഇതിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൊരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ, അത് ഞാൻ കയ്യിൽ ഇതാക്കും. ഇത്രയേ ഉള്ളൂ, ഒരു തുള്ളി ഇങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതേ പറഞ്ഞാൽ ആൾറെഡി നമ്മൾ വേവിച്ചത് കാരണം ഇത് ഇത്ര വേണ്ടു കണ്ടോ, ഇത്ര ഇതാ ഇങ്ങനെ ഒരു സെമി ഗ്രേവി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇനി ഒരു ദിവസം ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കി കാണിച്ചില്ല. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. കേൾക്കൂ, ഞാൻ എന്ത് ചെയ്യാറിയാ, ഗുരുക്കളെ എന്നെ പെട്ടെന്ന് എൻ്റെ അമ്മയാക്കൂ, എൻ്റെ അമ്മേനെ ഞാനാക്കൂ എന്ന് പറയും. എന്നിട്ട് ഞാൻ ആ ഗുരുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ ചൂരലും മേടിച്ചിട്ട് എൻ്റെ അമ്മയെ ഞമ്മക്ക് ഞാൻ വെച്ചിട്ട് വന്നിട്ട് അന്ന് തൊട്ട് അടിച്ചടിച്ച് നന്നാക്കി വളർത്തും. എന്നെ ആക്കും അമ്മേനെ ഞാനാക്കും, ഞാൻ അമ്മയാവും. എന്നിട്ട് ഇന്ന് അമ്മ കാണിക്കുന്നില്ല, അത് മുഴുവൻ ഞാൻ പകരം വിട്ടു വന്നു. ഇടിക്കാൻ വരുമല്ലോ ഞാൻ. ഞാൻ നന്നായിട്ട് വളർത്തും അമ്മേനെ കേട്ടോ. ഞാൻ അമ്മയായി മാറിയിട്ട് എന്ത് പറഞ്ഞു അതെല്ലാം മേടിച്ചത് നന്നായിട്ട് വളർത്തും. അല്ലമ്മ, അമ്മയായി മാറാമല്ലോ എനിക്ക് അധികാരം കാണിക്കാമല്ലോ അമ്മേൻ്റെ അടുത്ത്. അല്ല ആ ഗുരുക്കള് ഇപ്പൊ ഞാൻ അമ്മേനെ നന്നാക്കി വളർത്തു. ഞാൻ അമ്മക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു തരും. നിനക്ക് ഞാൻ ഒന്നും മേടിച്ചു തന്നിട്ടില്ല. അതിനേക്കാളും കൂടുതൽ മേടിച്ചിരുന്ന് പിന്നെ അമ്മക്കിട്ട് 2 അടിയും കൊടുക്കാലോ. അതാണ് മെയിൻ ഉദ്ദേശം. അതിന് അമ്മയാവണ്ടേ എനിക്ക്, അല്ലാണ്ട് പറ്റുമോ? അമ്പടാ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായടാ. നിന്നെ ആ ഗുരു ഇപ്പൊ എവിടെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? തപസ് ചെയ്താൽ കിട്ടുമോ? ഒന്ന് മാറായിരുന്നു അല്ലമ്മ. എടാ അത് കഥയാണ്. അത് കഥയിൽ എത്ര നല്ല സാരാംശം ഉണ്ടെന്ന് ഓർത്ത് നോക്കും. നമ്മൾ ഒരിക്കലും നമ്മുടെ തന്ന ജന്മം അല്ല, ഇത് ദൈവം തന്ന ജീവിതം. അതെ അതെ. ഇതിലൊരു സംഭവം ഉണ്ട്. ആ കാക്കയ്ക്ക് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സാധാരണ മനുഷ്യനൊക്കെ എന്തോരം തോന്നൽ വരൂല്ലേ? ശരിയാണ്, നല്ല മോറൽ സ്റ്റോറിയാണ്. ഇതിൽ നല്ലൊരു സന്ദേശമുണ്ട്. നമ്മളെന്നും നമ്മളായി ജീവിക്കുക, നമ്മളെ തന്നെ മെച്ചപ്പെടുത്തി എടുക്കുക. നമ്മുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഏത് ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും എത്താം. അതന്നെയാണ് നമ്മുടെ ഒറിജിനാലിറ്റി കളയാതെ നമ്മളായി തന്നെ ജീവിക്കുക. അവരുടെ ജീവിതം കണ്ടിട്ട് അയ്യോ അതുപോലെ എനിക്ക് ജീവിക്കണം, ഞാൻ അവളെ പോലെ ആവണം, ഞാൻ അവനെ പോലെ ആവണം എന്ന് ഒരിക്കലും ചിന്തിക്കരുതെന്നാണ് പറഞ്ഞത്. നിന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കിയിട്ട് നിനക്ക് എത്രത്തോളം സുഖം സന്തോഷം ജീവിതത്തിൽ കിട്ടും അതൊക്കെ നീ അനുഭവിച്ചോ. പക്ഷെ മറ്റുള്ളവരെ കണ്ടിട്ട് എനിക്ക് അവളെ പോലെ ആവണം, എനിക്ക് അവനെ പോലെ ആവണം, അതുപോലെ ആവണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ സ്വയം എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനോ നാട്ടുകാർക്കും ഒക്കെ നന്മ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ആയി തീരണം, അങ്ങനെയുള്ള വിചാരം വേണം. അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ കഥ അതാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ കഥയിൽ അങ്ങനെയുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട്. അതിനാണ് ഈ കഥ പറഞ്ഞത്. ഞാൻ ചെറുപ്പത്തിൽ കേട്ട കഥയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക, വായിച്ചത് കേട്ടതല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കറി കേട്ടോ. ഇവർക്ക് ചിക്കൻ ഉണ്ട്, ഇതിന് അച്ഛന് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.